എന്താണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത്? ഗുരുവേ, മറ്റുള്ള കുട്ടികൾ പോലെ ഞങ്ങൾക്കും അക്ഷരം പഠിക്കണം. ഞങ്ങളെ മാത്രം എന്തായാലും അക്ഷരം പഠിപ്പിക്കാത്തത്? ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണെന്ന് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ എന്താ താഴ്ന്ന ജാതിക്കാരായി പോയത്? മക്കളെ, ഈ ഭൂമിയിൽ താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമില്ല. നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളെ ഞാൻ അക്ഷരം പഠിപ്പിക്കാം, കൂടെ മനുഷ്യനെ തിരിച്ചറിയുവാനും. വരൂ മക്കളെ, ആ കാണുന്ന മരച്ചൂട്ടിലിരുന്ന് നമുക്ക് പഠനം തുടങ്ങാം. എന്താ ആ മരച്ചോട്ട് ആൾക്കൂട്ടം കാണണേ? അതാ നാരായണനാണ് തമ്പുരാനെ. അതാരാണാവും നാം അറിയാത്തൊരു നാരായണൻ? അയാൾ ഈ നാട്ടിലെ നാരായണ ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. നോം അറിയാത്തൊരു നാരായണ ഗുരു. നാട്ടുകാർ ദേവനെന്നും വിളിക്കുന്നു. ദേവനാണ് അത്ര പോലും ദേവൻ. ആ പറ്റകളോട് അവിടെ നിന്ന് മാറാൻ പറ. ഈ നാടിന്റെ തമ്പുരാൻ വരുന്നുണ്ടെന്ന് പറയുക. ശരിയാ? തമ്പുരാൻ വരുന്നത് കണ്ടില്ലേ? വഴിയിൽ നിന്ന് എഴുന്നേറ്റ് മാറുക. ഇത് തമ്പുരാന്റെ കൽപ്പനയാണ്. ആരാ തമ്പുരാൻ? അതല്ല ഞങ്ങളുടെ തമ്പുരാൻ, ഇതാണ് ഞങ്ങളുടെ തമ്പുരാൻ, ഇതാണ് ഞങ്ങളുടെ ഗുരു. ഇവറ്റകളാ ഞങ്ങൾ. അരുത് മക്കളെ, കൈക്കരുത്തും ആയുധവും കൊണ്ടല്ല നാം ജയിക്കേണ്ടത്, ക്ഷമയും വിവേകവും കൊണ്ടാണ്. വിജയം താനേ വരും. വരൂ മക്കളെ, നമുക്ക് പോവാം. അതേതായാലും നന്നായിരിക്കുന്നു. ഇനി പാട്ടെന്നോ കളിയെന്നോ പഠിത്തോന്നോ പറഞ്ഞ് ഈ പരിസരത്ത് ഒരു ഒറ്റനെ കണ്ടുകൂടരുത്. പൊയ്ക്കോളുക. തിരുമനസേ, അങ്ങേ ധിക്കരിച്ചു. ആ നാരായണൻ കുടിപ്പള്ളിക്കിടം തുടങ്ങിയിരിക്കുന്നു. അവറ്റകൾക്ക് അത്രക്ക് ധൈര്യമോ? വന്നോളൂ. നോമെ ധിക്കരിച്ച് ഇവിടെ ഒരു കുടിപ്പള്ളി കൂടെ തുടങ്ങാൻ നിനക്കാരാ അധികാരം തന്ന? അതിനെടുക്കുക, തീ കൊളുത്തുക. ഗുരുദേവനാണ് പോലും, ഗുരുദേവനാ. നീയൊക്കെ ഇവിടെ വെള്ളക്കുളത്തിൽ കിടന്ന് കത്തക്കടാ. എന്താ ഈ കാണുന്നേ? നോമിന്റെ കണ്ണുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഗുരുദേവൻ തന്നെ. ഈ വീടെന്താ നമ്മൾ കത്തിച്ച് ചാമ്പലാക്കിയതല്ലേ? ഇത് ഗുരുദേവൻ തന്നെ, ക്ഷമിക്കണം. ഇത് സത്യം തന്നെ. അങ്ങ് ദേവനാണ്, ഞങ്ങളുടെ എല്ലാം ഗുരുദേവനാണ്. ഞങ്ങൾക്ക് മാപ്പ് തരണേ ഗുരുദേവാ.